കോഴിക്കോട് സീബ്ര ലൈനിലൂടെ അതീവ ശ്രദ്ധയോടെ റോഡ് മുറിച്ചു കടന്ന വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ച് സ്വകാര്യ ബസ്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിന്നുള്ള നടക്കുന്ന ദൃശ്യമാണ് പുറത്തുവരുന്നത്. പെൺകുട്ടി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇക്കഴിഞ്ഞ 7-ന് വൈകിട്ടാണ് സംഭവം നടന്നത്. കൊളത്തറ സ്വദേശിയായ വിദ്യാർത്ഥിനി ഫാത്തിമ റിനയെയാണ് അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. ചെറുവണ്ണൂർ സ്കൂളിന് മുന്നിലെ സീബ്ര ലൈനിൽ വെച്ചാണ് വിദ്യാർത്ഥിനിയെ ബസ് ഇടിച്ചത്. ബസ് ഇറങ്ങിയ ശേഷം വീട്ടിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു ഫാത്തിമ. സീബ്ര ലൈനിലൂടെ ഇരുവശത്തും നോക്കി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഫാത്തിമയെ കോഴിക്കോട് നിന്ന് കാളിക്കാവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അമിത വേഗതയിലെത്തി ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഫാത്തിമ ബസ്സിനടിയിലേക്ക് വീണുപോയി. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ നടുങ്ങി നിൽക്കവേ ഫാത്തിമ ബസ്സിനടിയിൽ നിന്ന് സ്വയം എഴുന്നേറ്റ് വരികയായിരുന്നു. ഫാത്തിമയെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ശരീരവേദനയുണ്ടായിരുന്നെങ്കിലും ഗുരുതരമായ പരിക്കുകളില്ല. പക്ഷേ ബസ് ഉടമയോ ജീവനക്കാരോ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഫാത്തിമ പറഞ്ഞു. അമിത വേഗതയിൽ വന്ന ബസ് ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഫാത്തിമയുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചെന്നും ഡ്രൈവറോട് ബസ് ഉടമയോടും ഇന്ന് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടെന്നും MVD ശരത് പ്രതികരിച്ചു. ഡ്രൈവറുടെ ലൈസൻസും ബസിന്റെ പെർമിറ്റും സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓരോ ദിവസവും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരത്തുകൾ ചോരക്കളമായി കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. സ്റ്റോപ്പുകളുടെ പരിസരത്ത് പോലും നിർത്താത്ത സ്വകാര്യ ബസ്സുകൾ നടുറോഡിൽ നിർത്തി ആളെ കയറ്റുന്നതും ഇറക്കുന്നതും പതിവ് കാഴ്ച തന്നെ. ഇരുചക്രവാഹനങ്ങളെങ്ങാനും മുമ്പിൽപ്പെട്ടാൽ യാത്രക്കാരുടെ ശ്രദ്ധ പാളുന്നതുവരെയുള്ള കാതടപ്പിക്കുന്ന തരത്തിലാണ് ഹോൺ മുഴക്കൽ. രാത്രികാലങ്ങളിൽ പോലും മത്സരിച്ചോടുന്ന ബസ്സുകൾക്ക് വഴിമാറിയില്ലെങ്കിൽ ജീവഹാനി ഉറപ്പാണ്. മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ദീർഘദൂരം ബസ്സുകളും സിറ്റിയിലോടുന്ന ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നത്. അതിനാൽ സമയക്രമത്തെ ചൊല്ലിയുള്ള മത്സരയോട്ടവും പതിവ് കാഴ്ച തന്നെ. വേഗത്തിലെത്തി കൂടുതൽ യാത്രക്കാരെ കയറ്റിപ്പോവുക എന്നതാണ് മിക്ക ബസ്സുകളും പിന്തുടരുന്ന രീതി. കഴിഞ്ഞ ദിവസം മോഡേൺ ബസാർ പാറപ്പുറം ക്ഷേത്രം റോഡിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. സ്കൂട്ടർ വളക്കുന്നതിനിടെ കോഴിക്കോട് നിന്നെത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. കോട്ടൂളി പെട്രോൾ പമ്പിന് സമീപം ബസ്സിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. അമിത വേഗത തന്നെയായിരുന്നു ഇതിനും കാരണം. ബസ് കാറിനെ മറികടക്കുന്നതിനിടയിൽ വലതുവശത്തുകൂടി പോവുകയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായും അല്ലാതെയുമുള്ള തടസ്സങ്ങളിൽപ്പെട്ടുള്ള സമയനഷ്ടം അമിത വേഗതയിൽ ഓടിയാണ് ബസ്സുകൾ മറികടക്കുന്നത്. എതിർവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സ്ഥലമുണ്ടോ എന്ന് പോലും നോക്കാതെ കുതിച്ചോടുന്ന ബസ്സുകളെ കണ്ട് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വഴിമാറിപ്പോവുകയാണ്. ജീവനിൽ കൊതിയുള്ളതിനാൽ ഒതുക്കിക്കൊടുക്കുകയോ വഴിമാറിപ്പോവുകയോ നിർവാഹമുള്ളൂവെന്നാണ് ഇരുചക്രവാഹന യാത്രക്കാർ ഒന്നടങ്കം പറയുന്നത്. ദീർഘദൂര സർവീസുകളായ ബാലുശ്ശേരി, കോഴിക്കോട്, കൊയിലാണ്ടി, കുറ്റ്യാടി റൂട്ടുകളിലടക്കമുള്ള സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത കാരണം പലപ്പോഴും യാത്രക്കാർക്ക് ഇറങ്ങേണ്ട സ്ഥലങ്ങളിൽ നിന്ന് മീറ്ററുകൾക്കപ്പുറത്ത് ഇറങ്ങേണ്ട അവസ്ഥയാണ്. രാവിലെയും വൈകിട്ടുമാണ് ഇത്തരത്തിലുള്ള മത്സരയോട്ടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത്. മെഡിക്കൽ കോളേജ് പോലുള്ള ഇടങ്ങളിൽ സീബ്ര ലൈനിൽ പോലും ബസ്സുകൾ വേഗത കുറക്കാറില്ല. മാത്രമല്ല ബസ്സിന്റെ ഡോർ തുറന്നിട്ടുള്ള യാത്രയും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. അതേസമയം സമയക്രമീകരണം പാലിക്കാൻ വേണ്ടിയാണ് ബസ്സുകൾ മത്സരിച്ചോടുന്നതെന്നാണ് ബസ് ജീവനക്കാരുടെ മുടന്ത ന്യായം. വേഗപ്പൂട്ടുകൾ പൊട്ടിച്ചും ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുമുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെക്കുറിച്ച് സ്റ്റേഷനുകളിൽ നേരിട്ടും ആപ്പുകൾ വഴിയും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദുരന്തങ്ങൾ സംഭവിച്ചതിന് പിന്നാലെയുള്ള പരിശോധനകളും നടപടികളും ഏറി വന്നാൽ ഒരാഴ്ച മാത്രമാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം എല്ലാം പഴയപടി തന്നെ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.